ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, റിയാക്ഷൻസ് കണ്ടിട്ടുണ്ടാവും, കമന്റ്സുകൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇന്നലെ വന്നേക്കുന്ന വീഡിയോയിൽ നിന്നുള്ളൊരു സീൻ കാണുന്ന സമയത്ത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഭാഷ പോലെ തോന്നി. അങ്ങനെ ഇത് ഏതാണ് ഈ ഭാഷ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് യഥാർത്ഥത്തിൽ തായ് ഭാഷയാണ്. തായ് ഭാഷ എന്ന് പറയുന്ന സമയത്ത് തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയിൽ നടക്കാൻ പോകുന്ന പാസ്റ്റിനകത്ത് നടക്കാൻ പോകുന്ന കഥ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ സിനിമയുടെ കഥ സംഭവിക്കാനായിട്ട് പോകുന്നത് തായ്ലൻഡിലായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഷോട്ടിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് ബാങ്കോക്ക്, അതായത് തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ 10ാമത്തെ സെക്കൻഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ഗൈസ്, ദിസ് ഇസ് എ ന്യൂ അസൈൻമെന്റ്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയൊരു അസൈൻമെന്റ് ആണ്. ഈ അസൈൻമെന്റിൽ നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയ ലീഡറാണ്. 68 ഇന്റർനാഷണൽ ഓപ്പറേഷൻസുകൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഒരു സ്പൈ ആണ്, ഒരു ഹോസ്റ്റേജ് നെഗോഷിയേറ്റർ ആണ്, ഒരു ഫീൽഡ് ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിജയനെ ഇങ്ങനെ പൊക്കിയടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇദ്ദേഹം ആരാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹീസ് എ ഗോട്ട് ഓഫ് സാറ്റ്സ്, ഹീസ് എ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഓഫ് സാറ്റ്സ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഈ സാറ്റ്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ATS എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ. ആന്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യയുടെ വളരെ കരുത്തുറ്റ ഒരു ആന്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവർ ഇന്ത്യയിലുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങളെ തടുക്കുന്ന ഒരു ടീമാണ്. ഇതിനകത്ത് തന്നെ വരുന്ന ഈ സിനിമയ്ക്കകത്ത് വരുന്ന സ്പെഷ്യൽ ആന്റി ടെററിസം സ്ക്വാഡിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏജന്റ് ആണ് വിജയ് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള പ്രൂഫ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഷോട്ടിനകത്ത് ഉള്ളൊരു സീൻ നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിജയ് നടന്നു വരുന്ന ഒരു ഷോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ഷോട്ടിനെ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേരിനകത്ത് സ്പെഷ്യൽ ആന്റി ടെററിസം സ്ക്വാഡ് എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ വരുന്ന ഈ വയസ്സായിട്ടുള്ള ഏജ്ഡ് വിജയ് എന്ന് പറയുന്നത് ആന്റി ടെററിസം സ്ക്വാഡിനകത്ത് വർക്ക് ചെയ്തേക്കുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വെൽ എക്യുപ്ഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നറിയപ്പെടുന്ന ഒരു ഏജന്റ് ആണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ളൊരു പേരിട്ടേക്കുന്നത്. വെരി ഫസ്റ്റ് ഷോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കാറാണ്. ആ കാറിനെ എസ്കോർട്ട് ചെയ്ത് വരുന്ന 2 ബൈക്കുകളാണ്. അതായത് പോലീസ് എസ്കോർട്ടിൽ വരുന്ന ഇന്ത്യൻ ഫ്ലാഗ് വെച്ചേക്കുന്ന ഒരു ബെൻസ് കാറാണെന്ന് കൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇത് ഇന്ത്യയിലല്ല. ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇന്ത്യയിലല്ല, ഇത് ഇന്ത്യക്ക് പുറത്ത് മറ്റേതൊരു രാജ്യത്താണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ചുറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിജയ് ഒരു കാറിനകത്ത് വരുന്ന ഒരു സീനൊക്കെ കാണാൻ സാധിക്കും. കുറച്ച് പ്രായമുള്ള ഒരു വിജയാണ് ആ കാറിനകത്ത് വരുന്നത്. ഇദ്ദേഹം വരുന്ന കാറിന്റെ റിഫ്ലക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാറിന്റെ ചില്ലുമോ വന്നേക്കുന്ന റിഫ്ലക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലക്കാർഡുമേ കുറച്ച് പേര് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലല്ല എഴുതി വെച്ചേക്കുന്നത്, മറ്റേതൊരു ഭാഷയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ആ വീഡിയോ ആക്ച്വലി ഫ്ലിപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്, അതായത് തല തിരിച്ചാണ് വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിന്ന് തിരിച്ച് റീഫ്ലിപ്പ് ചെയ്തു. ഒന്ന് തല തിരിച്ചിട്ട് ഡീകോഡ് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഈ പ്ലക്കാർഡും എഴുതി വെച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് റഷ്യൻ ആണ്. അതും ഗെറ്റ് ഔട്ട് എന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടിയിട്ടുള്ളൊരു റഷ്യൻ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്ലക്കാർഡാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വിജയ് ഇവിടെ വരുന്ന സമയത്ത് ഗെറ്റ് ഔട്ട് എന്ന് എഴുതി വെക്കാൻ മാത്രം വിജയ് എന്താണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഈ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് മോസ്കോയിലാണ്. മോസ്കോയിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വന്നിരുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വന്നിരുന്ന റൂമറിനെ പറ്റി നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഗോട്ട് എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സീൻ എന്ന് പറയുന്നത് 2004 നടന്നേക്കുന്ന മോസ്കോ മെട്രോ ബോംബിങ്ങിനെ ആസ്പദമാക്കിക്കൊണ്ട് അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം മുമ്പേ തന്നെ വന്നിരുന്ന റിപ്പോർട്ടിനകത്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇവിടെ ഈ ട്രെയിലറിന്റെ പല ഷോട്ടുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സബ്വേകളും ഒരുപാട് ട്രെയിനുകളുടെ സീക്വൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമായിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ആണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാർ ചേസിംഗ് സീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കാർ ചേസിംഗ് സീനിനകത്തുള്ള വിജയുടെ പ്രായം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് ഇത് ഒരു ലേഡി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലേഡി ആരാന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് സൂം ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് സ്നേഹയാണ്. സ്നേഹ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ ഭാര്യയായിട്ട് വരുന്ന ക്യാരക്ടറാണ്. ഭാര്യ ഓൾറെഡി പ്രഗ്നന്റ് ആണെന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്.
ഭാര്യ പ്രഗ്നന്റ് അയക്കുന്നത് ആരെയാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വിജയ് എന്ന് പറയുന്നത് ഈ പ്രായമായിട്ടുള്ള വിജയുടെ മകനാണ്. ഇദ്ദേഹം ഒരു സമയത്ത് ഫാമിലി മാനായിട്ട് നിൽക്കുന്ന സമയത്ത് പാരലായിട്ട് അതേ സമയത്ത് തന്നെ ഇദ്ദേഹം സാറ്റ്സിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏജന്റ് ആണ്. സാറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ആന്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്നതിന്റെ ബെസ്റ്റ് ഏജന്റ് ആണ്. ഒരുപാട് ടെററിസം ഓപ്പറേഷനുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ തായ്ലാന്റിലോട്ട് ഒരു മിഷനുമായിട്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോകാന്നുണ്ടെങ്കിലും ഇതൊരു മിഷന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. ഭാര്യ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹം തായ്ലൻഡിലോട്ട് പോകുന്നത്. അവിടെ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീക്വൻസുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു സീക്വൻസുകൾ എന്ന് പറയുന്നത്. ബൈ ദ ബൈ നമ്മുടെ വിജയുടെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ഗാന്ധി എന്നാണ്. പ്രായമായിട്ടുള്ള വിജയുടെ ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് ഗാന്ധി എന്നാണ്. ഇദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗേൾസിനോടൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരേ സമയത്ത് തന്നെ ഫണ്ണായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ സാറ്റ്സിനകത്ത് വർക്ക് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഏജന്റ് കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ടീമിനകത്ത് വരുന്ന 4 പേരാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന അജ്മൽ, വിജയ്, അതുപോലെ തന്നെ പ്രഭുദേവ, ഒപ്പം തന്നെ മോഹൻ എന്ന് പറയുന്ന ഈ 4 പേര്. ഇവർ 4 പേര് കൂടിയിട്ടാണ് ലോകത്തുള്ള പല മിലിറ്ററി ഓപ്പറേഷനുകളും തീർത്തേർന്നത്. ഒരു സമയം എത്തിക്കുന്ന സമയത്ത് പ്രായമായിരിക്കുന്ന സമയത്ത് സം കൈൻഡ് ഓഫ് ഒരു ടെററിസം ഓപ്പറേഷൻ, ഒരു പക്ഷേ മോസ്കോയിൽ വെച്ച് നടത്തിക്കുന്ന ടെററിസം ഓപ്പറേഷൻ ആയിരിക്കാം. അന്ന് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തേക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു ടീമിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ഓപ്പറേഷൻ്റെ ഒരു സാഹചര്യം വന്നേക്കുന്ന സമയത്ത് ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്ന വൺ ഓഫ് ദ ഇന്ത്യസ് ബെസ്റ്റ് ഏജന്റ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന പഴയ ഏജന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ വിജയുടെ ഗാന്ധി എന്ന് പറയുന്ന പഴയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഡി ഏജിങ് ചെയ്തേക്കുന്ന ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കൂലേ? പല ആൾക്കാരും പറഞ്ഞേക്കുന്ന പോലെ ഡി ഏജിങ്ങിനകത്ത് എന്തൊക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ എനിക്കും ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്തു. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും അത്രയുടെ പൂർണ്ണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഡി ഏജിങ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വന്തം മകനാന്ന് പറയുന്ന സമയത്തും ഇദ്ദേഹം ഒരുപക്ഷെ ഒരു സയന്റിസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് വന്നിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വീഡിയോക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് നിൽക്കുന്ന ഈ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഒരുപാട് ക്ലോണുകൾ ഉണ്ടാക്കുന്ന ഒരു ഷോട്ടാണ്. ഒരുപാട് ക്ലോണുകൾ ഉണ്ടാക്കുന്ന ഒരു ഷോട്ടിനകത്ത് നിൽക്കുന്ന വിജയ് എന്ന് പറയുന്നത് ഒരു യങ്ങർ വിജയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താടിയൊന്നും നരയ്ക്കാത്ത ഒരു യങ്ങർ വിജയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇതേ തന്നെ ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ യങ്ങർ വിജയനെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ഈ മകനായിട്ട് വരുന്ന ഈ ഒരു യങ്ങർ വിജയ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവരുടെ ഈ ടീമിനകത്തുള്ള 4 പേരിനകത്ത് ഒരേ ഒരാൾ ഇവരുടെ ടീമിനെതിരെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാരാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പം പറയണില്ല. കാരണം ഇവരുടെ ടീമിനകത്ത് ഇവരുടെ കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരു ഏജന്റ് ഇവർക്കെതിരെ തിരിയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ക്ലൂ തന്നെ ഈ ഒരു ട്രെയിലറിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറയണില്ല, കാരണം അത് ഈ സിനിമയുടെ ഒരു സ്പോയിലറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേസ് അച്ഛൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പക്ക ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സാറ്റ്സിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്തിരിക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നീട് അദ്ദേഹം മറ്റൊരു മിലിറ്ററി ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അതേ ടീമിലോട്ട് തന്നെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് വരുന്ന ഡി ഏജിങ് ആയിട്ട് ചെയ്തേക്കുന്ന ആ ഒരു വിജയുടെ ക്യാരക്ടറിനെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഇദ്ദേഹം ഏറ്റെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ഒരു അസംഷൻസ് മാത്രമാണ്. ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ സിനിമയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കഥ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ്. അതുപോലെ തന്നെ ഈ മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മോസ്കോ ആണ്, അതായത് റഷ്യയാണ്. കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് റഷ്യനാണ്. ഇതൊരു സബ്വേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മോസ്കോ ബോംബിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ആസ്പദമാക്കി എഴുതിയിരിക്കുന്ന ഒരു കഥ എന്ന് പറയുന്ന സമയത്ത് ഇവിടെയുള്ള പല ഷോട്ടിനകത്ത് നമുക്ക് ട്രെയിൻ സീക്വൻസുകളും മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു പക്ക മിലിറ്ററി ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിന്റെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിജയ് പടം, അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. എനിവേ സിനിമയുടെ ഈ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷേക്കാളും വളരെ ഗംഭീരമായിട്ടൊരു ട്രെയിലർ ആയിരുന്നു എന്നുള്ള കാര്യം വേണം പറയാനായിട്ട്. കാരണം മുൻപ് വന്നിരിക്കുന്ന പല അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് എന്തൊക്കെ പോരായ്മകൾ കാണാനായിട്ട് സാധിച്ചായിരുന്നു. പക്ഷെ അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ട്രെയിലർ വളരെ നീറ്റായിട്ട് തോന്നി. പക്ഷേ ഡി ഏജിങ്ങിന്റെ കാര്യത്തിനകത്ത് എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ലോല VFX ആണ് ഇത് ചെയ്തിരുന്നത്. അതായത് മുൻപ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ എക്സ്മെൻ പോലെയുള്ള ഒരുപാട് സിനിമകളുടെ VFX ചെയ്തേക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് ലോല എന്ന് പറയുന്നത്. ആ ഒരു ടീമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായാലും എനിക്ക് തോന്നിയില്ല. എനിവേസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഫോർ ബിഗ് താങ്ക് യു ടു ഓൾ ഓഫ് യു. നമ്മുടെ ഓരോ വീഡിയോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്.